ബഹുമാനപ്പെട്ട ഭരണാധികാരികളെ, പ്രിയമുള്ള പൊതുജനങ്ങളെ, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലെ യാത്രാ ക്ലേശങ്ങളെക്കുറിച്ചും റോഡുകളിലെ ശോചനീയാവസ്ഥയെക്കുറിച്ചുമുള്ള ചില വസ്തുതകളാണ്. കാലവർഷം തുടങ്ങി. ഇന്നലെ തൃശ്ശൂർ, കോഴിക്കോട് വഴി വയനാട്ടിലേക്ക് എനിക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. സാധാരണ ദൂര യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാരെ എൻ്റെ പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടുത്താറുണ്ട്. അത് വിൽപ്പനയിലേക്ക് നയിക്കും. ഈ പ്രാവശ്യം പുസ്തകം തീർന്നതിനാലും ബസ്സിനുള്ളിൽ വെറുതെ ഇരിക്കാൻ തോന്നാത്തതിനാലും തൃശ്ശൂർ കോഴിക്കോട് യാത്രാ ക്ലേശം അനുഭവിച്ചതിനാലും അതിനെക്കുറിച്ച് പഠിക്കാനും പരാതിപ്പെടാനും പരിഹാര മാർഗങ്ങൾ ആവിഷ്കരിക്കാനും തോന്നിയതാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഭാഗ്യവശാൽ KSRTC ബസ്സിൻ്റെ മുൻ സീറ്റാണ് എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ റോഡൊക്കെ നന്നായി കാണാമായിരുന്നു. പ്രകൃതി ഭംഗി ആസ്വദിച്ചു. അതിലെ കുണ്ടും കുഴിയും വിള്ളലും എല്ലാം കാണാൻ സാധിച്ചു. കോഴിക്കോട് വരെയുള്ള ദേശീയ പാതയുടെ ശോചനീയാവസ്ഥ ശരിക്കും ഞാൻ അനുഭവിച്ചു. അത് ബന്ധപ്പെട്ട കേരള റോഡ് സേഫ്റ്റി വകുപ്പിനെയും PWD ഉദ്യോഗസ്ഥരെയും അറിയിച്ച് ആക്ഷൻ എടുത്ത് പൂർത്തീകരിക്കുന്നത് വരെയെങ്കിലും ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട് എന്ന തോന്നലും എന്നിലുണ്ടായി. തൃശ്ശൂർ കോഴിക്കോട് ഹൈവേ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതാഗത പാതയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഹൃദയത്തിലൂടെ ഒഴുകുന്ന നാഡിയാണത്. ആയിരക്കണക്കിന് വാഹനങ്ങൾ, മനുഷ്യർ, കുടുംബങ്ങൾ എല്ലാം ഈ പാതയെ ആശ്രയിച്ചാണ് യാത്ര തുടരുന്നത്. എന്നാൽ അതിൻ്റെ ദുരാവസ്ഥ സാക്ഷാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടിന് ദുരഭിമാനമാണ് എന്ന അഭിപ്രായം എനിക്കുള്ളത്. ഈ റോഡ് സുരക്ഷിതമല്ല, ആകർഷവുമല്ല. ഇതൊക്കെ കാണുമ്പോൾ ഒരു എഴുത്തുകാരന്, ഒരു സാംസ്കാരിക പ്രവർത്തകന് നിശബ്ദനായിരിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. നിശബ്ദനായിരിക്കുന്നത് കുറ്റകരമാണെന്ന് എൻ്റെ അഭിപ്രായം. സമൂഹത്തിൽ വിഷാംശങ്ങൾ കലരുമ്പോൾ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഈ ഹൈവേയുടെ ശോചനീയാവസ്ഥയ്ക്ക് പിന്നിൽ എന്തെല്ലാം തിരിമറികൾ ഉണ്ട്, കള്ളത്തരങ്ങളുണ്ട് എന്നതാണ് പ്രധാനമായും ഇവിടെ നോക്കുന്നത്. റോഡ് പറയുന്ന കഥകൾ നമുക്കൊന്ന് കേൾക്കാം. അതിനായി ഏവരെയും നെടുമ്പാറ ഇൻസ്പിറേഷൻ ത്രിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിലവിൽ എനിക്ക് കാണാനിടയായ ശോചനീയാവസ്ഥകളാകട്ടോ ഞാൻ പങ്കുവയ്ക്കുന്നത്. കുണ്ടും കുഴിയും നിറഞ്ഞ മുറിഞ്ഞ റോഡുകൾ, കുഴികളിൽ തകർന്ന ബസ്, ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. മഴവെള്ളത്തിൽ മുങ്ങിയ പാത, ഇടവിട്ട് ലിങ്ക് റോഡിലൂടെയുള്ള യാത്ര, മണ്ണിടിച്ചിൽ, ഇതെല്ലാം നമുക്ക് പതിവായി കാണുന്ന കാഴ്ചകളാണ്. യാത്രക്കാരുടെ മേലുനൊമ്പരം അതെങ്ങനെ എനിക്ക് നന്നായിട്ട് അനുഭവപ്പെട്ടു. യാത്രയുടെ സമയമാകട്ടെ തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് വരെ എത്താൻ മുൻകാലങ്ങളിൽ വേണ്ടി വന്നത് 3 മണിക്കൂറാണെങ്കിൽ ഇന്നത് 4 മുതൽ 6 മണിക്കൂർ വരെ എടുക്കുക. ഈ പാതയിലൂടെ ബസ്സുകൾ, ആംബുലൻസ്, സ്കൂൾ വാഹനങ്ങൾ, കാർഗോ, മറ്റു വാഹനങ്ങളൊക്കെ ദിവസേന കയറി ഇറങ്ങുന്നു. പാതയുടെ ശോചനീയാവസ്ഥ ജീവൻ വരെ ഭീഷണികളാക്കുകയാണ്. ഈ പാതയ്ക്ക് എന്ത് പറ്റി? അത് വികസിക്കാത്തതിന്റെ കാരണം എന്താണ്? ഇതൊന്നറിയാനായി അടുത്തിരിക്കുന്ന ഡ്രൈവറോട് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങേര് പറയുക, ബന്ധപ്പെട്ടവർ ഒരേ റൂട്ടിന് 3-4 തവണ ടെൻഡർ വിളിക്കുന്ന, എന്നിട്ട് നിർമ്മാണം തുടങ്ങും. അതോടൊപ്പം പൊളിറ്റിക്കൽ ഗെയിംസിലൂടെ ആ ടെൻഡർ ക്യാൻസൽ ചെയ്യും. നോക്കണേ, വീണ്ടും പണി ആരംഭിക്കും. അപ്പോഴേക്കും കോടതി സ്റ്റേ ചെയ്യും. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ദുരിതങ്ങൾ അനുഭവിക്കുന്നത് ആരാ? സാധാരണക്കാരായ ജനങ്ങൾ. അപ്പോഴേക്കും അടുത്തിരിക്കുന്ന മറ്റൊരാൾ പറഞ്ഞു, ഇത് അഴിമതിയാണ്, അനാസ്ഥയാണ്, പാത നിർമ്മിക്കുന്നതിന്റെ പേരിൽ കോടികൾ കൊള്ളയടിക്കപ്പെടുന്നു. ബസ്സിലൊരു സംവാദം തന്നെ നടന്നു. ഈ കൂട്ടത്തിൽ കുഴി നികത്താൻ വരുന്നവരുമുണ്ട്, കുഴി ഉണ്ടാക്കാൻ വരുന്നവരുമുണ്ട്. പദ്ധതികൾക്കും സർക്കാരിനും യാതൊരു പരിഗണനയുമില്ല.
എന്തൊരു ഹൃദയരഹിതമായ ഭരണ പരമ്പര അല്ലേ? എത്ര മന്ത്രിമാർ വന്നാലും മാറി മാറി വന്നാലും റോഡിന്റെ ഗതി മാറില്ല. മാറുമോ? മാറില്ല. ഇതിനെന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ ഉണ്ടോ എന്നറിയാനായി ഞാൻ കേരള റോഡ് സേഫ്റ്റി വിങ്ങിലേക്ക് ബസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് വിളിച്ചു നോക്കി. സമയമുണ്ടല്ലോ. തൃപ്തികരമായ ഉത്തരം ലഭിക്കാത്തതിനാൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുക, ഈ റോഡ് പൂർണ്ണമായും സംസ്ഥാനത്തിന്റെ നിയന്ത്രണം നീക്കി NH, അതായത് നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൈമാറണമെന്നാണ് അങ്ങയുടെ അഭിപ്രായം. അതിനായി എന്തൊക്കെ ചെയ്യണം? പൊതുപ്രതിഷേധം നടത്തണം, സോഷ്യൽ മീഡിയ, യഥാർത്ഥ പ്രക്ഷോഭം, പൊതുസമരങ്ങൾ, സിൽവർ ലൈൻ പോലുള്ള വിഡ്ഢിത്ത പദ്ധതികൾക്കുള്ള ബജറ്റ് മാറ്റി പാത പദ്ധതികൾക്ക് നൽകണം. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അതുപോലെ പ്രതിവർഷ മെയിൻ്റനൻസ്, ഓഡിറ്റിങ്, തേർഡ് പാർട്ടി വിജിലൻസ്, എയർപോർട്ടിനുള്ളതുപോലെ നാഷണൽ റോഡ് അതോറിറ്റിയുടെ കീഴിൽ കൊടുക്കുകയൊക്കെ ചെയ്യാം. പാത പുനർനിർമ്മാണം ചെയ്യുമ്പോൾ അതിനു മുമ്പുള്ള വഴികള്, ഡ്രെയിനേജ്, ഫുട്പാത്ത്, പെഡസ്ട്രിയൻ സേഫ്റ്റി, പ്രോപ്പർ ലൈറ്റിംഗ് എല്ലാം നാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെ തയ്യാറാക്കാം. അത് സാധിക്കാമല്ലോ. നമുക്ക് കഴിയുന്നില്ല അവർക്ക്. ഇതൊന്നും ഇവിടെ ഇല്ല. അനുമതി കിട്ടാൻ പ്രയാസം, കാലവർഷം എത്തിയിട്ടും പാതയുടെ പരിപാലനമില്ല, സാമൂഹ്യ പ്രത്യാഘാതങ്ങള്, ആരോഗ്യ പ്രശ്നങ്ങള്, ആംബുലൻസ് താമസിച്ചാൽ ജീവൻ നഷ്ടപ്പെടും, ഭൂമി കൈമാറ്റത്തിനുള്ള കടമ്പകൾ അതങ്ങനെ. ഇതെല്ലാം വികസനം എന്ന പ്രക്രിയ മുന്നിൽ കണ്ടുകൊണ്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നടക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്താണ്, സാധാരണക്കാരന്റെ യാത്രാ ക്ലേശങ്ങളിൽ ഏതെങ്കിലും വിധത്തില് പരിഹരിക്കാനാണ് ഡൽഹിയിൽ കിടക്കുന്ന ഞാൻ ഈ കാര്യം പറയുന്നത്. എന്തൊക്കെ ഉണ്ടായാലും പാതയില്ലാത്ത, നല്ലൊരു റോഡില്ലാത്ത സംസ്കാരം അത്യന്തം നിലവാരമില്ലാത്തതാണ്. യാതൊരു സംശയവുമില്ല. ദുർഘടം പിടിച്ച റോഡുകളുമായി കഴിയുന്ന ഭരണ സംവിധാനം ആ സംസ്ഥാനത്തിന്റെ അന്തസ്സ് നശിപ്പിക്കും. സംശയമുണ്ടോ? ഒരു സംശയം വേണ്ട. നാടിനെ രക്ഷിക്കാൻ, ദേശത്തെ രക്ഷിക്കാൻ ഇതിനെതിരെ ജനങ്ങൾ അണിനിരക്കണം, പൗരന്മാർ ഇടപെടണം, പൊതുയോഗങ്ങൾ, പ്രസ് മീറ്റിങ്ങുകൾ എന്നിവ വഴി ജനമുന്നേറ്റം സംഘടിപ്പിച്ച് താല്പര്യം പ്രകടിപ്പിക്കണം. പ്രാദേശിക ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണം. വിഷയത്തെ രാഷ്ട്രീയമായി ചർച്ച ചെയ്താൽ അത് കുളമാകാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. മലയാളികൾക്ക് ഇപ്പോഴും ധീരതയും സഹനശക്തിയും ഒക്കെ ഉണ്ട്. തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാനും നിലപാടെടുക്കാനും അവർക്കറിയാം. ആയതിനാൽ സുരക്ഷിതമായ, കാര്യക്ഷമമായ ഒരു പാതയ്ക്കായി നമുക്ക് ശബ്ദമുയർത്താം. അതിനായി നമ്മുടെ നട്ടെല്ലുകൾക്കും പാദങ്ങൾക്കും ശക്തി തരണമേ എന്ന് ഈശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നന്ദി, നമസ്കാരം.